ഹലോ, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻസ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? കമ്പസ്റ്റൻ ആൻഡ് ഫ്ലെയിം അല്ലെ? ആ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്നും അതിന്റെ തുടർഭാഗം നോക്കുകയാണ്. അതിനു മുമ്പ് ഇന്നത്തെ GK ക്വസ്റ്റ്യൻ മിസ്സിന് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇന്നത്തെ GK ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ്, ഹൂ ഈസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ അയൺ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെറുപ്പത്തിലെ തൊട്ട് കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും. എന്നാലും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉത്തരം നമുക്ക് ക്ലാസ്സിന്റെ അവസാനത്തിലേക്ക് പോവാം കേട്ടോ. അപ്പൊ പറയാവേ. യെസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബേണിംഗ് ആൻഡ് കമ്പഷൻ ആണ്. നമ്മൾ എവിടം വരെ പഠിച്ചു? ഇൻഫ്ലൈമബിൾ സബ്സ്റ്റൻസ് എന്താന്ന് വരെ നമ്മൾ പഠിച്ചു അല്ലെ? ഇൻഫ്ലൈമബിൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യുന്ന ലോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ ഇൻഫ്ലൈമബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? LPG, പെട്രോള്, ആൽക്കഹോള്, ഓൾ ദീസ് ആർ ദ എക്സാമ്പിൾ. ഇനി നമ്മൾ കത്തിപ്പിടിക്കുന്നതിനെ കുറിച്ച് എപ്പോഴും പറയുന്നുണ്ട്. ഇനി ഈ കത്തുന്നത് ഒന്ന് നമുക്ക് നിർത്തണ്ടേ? അവസാനിപ്പിക്കണ്ടേ? ഹൗ ഡു വി കൺട്രോൾ ഫയർ? എങ്ങാനും തീ പിടിച്ചാൽ നമുക്കതൊന്ന് കൺട്രോൾ ചെയ്യണം. ആ കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഫയർ കൺട്രോൾ ചെയ്യുന്നത്? എങ്ങനെയാണ്? യെസ്, നോർമലി നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തീ പിടിച്ചു കഴിഞ്ഞാല് നമ്മൾ വീട്ടിൽ ഉടനെ എന്താ നമ്മൾ ചെയ്യുക? ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് പെട്ടെന്ന് തന്നെ അതിലേക്ക് അങ്ങ് ഒഴിക്കും. അതുപോലെ തന്നെയാണ് ഒരു സാധാരണ നമ്മുടെ എന്താണ് അഗ്നിശമന സേനയൊക്കെ വന്നിട്ട് ആദ്യം എന്താണ് വെള്ളം ചീറ്റിക്കും. അവരുടെ വലിയ ഫോഴ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലിങ്ങനെ വെള്ളം ധാരാളമായിട്ട് ഒഴിച്ചാണ് നമ്മൾ എന്താണ് ഫയർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? യെസ്, ദിസ് വാട്ടർ ബ്രിക്സ് ഡൗൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്യൂവൽ ബിലോ ഇറ്റ്സ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ പറഞ്ഞു കത്തുന്ന ഏതൊരു വസ്തുവും കത്തുന്നതിന് ആവശ്യമായ മിനിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോവസ്റ്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ടെമ്പറേച്ചർ ഇഗ്നിഷൻ ടെമ്പറേച്ചറിന്റെ താഴേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? കത്തുന്ന പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആവും അല്ലെ? അപ്പൊ ഈ വാട്ടർ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? യെസ്, ദിസ് വാട്ടർ ഈസ് ബ്രിങ്ങിങ് ഡൗൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്യൂവൽ. ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന്റെയും താഴേക്ക് കൊണ്ടുവരും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ബേണിംഗ് അല്ലെങ്കിൽ ആ കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആവുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ് ഹാപ്പനിങ്. വാട്ടർ വേപ്പേഴ്സ് കട്ട് ഓഫ് ദ ഓക്സിജൻ സപ്ലൈ അറൌണ്ട് ദ ഫ്യൂവൽ. അങ്ങനെ ഒരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. വാട്ടർ വേപ്പർ എന്ത് ചെയ്യുന്നു? യെസ്, കട്ട് ഓഫ് ദ ഓക്സിജൻ സപ്ലൈ. ആ ഫ്യൂവലിന് ചുറ്റും നമ്മൾ പറഞ്ഞല്ലോ കത്തുന്നതിന് ആവശ്യമായിട്ട് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. സോ ആ ഓക്സിജൻ സപ്ലൈയും എന്താണ് ഈ വാട്ടർ വേപ്പേഴ്സ് അങ്ങ് കട്ട് ഓഫ് ചെയ്ത് കളയുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? ആ ഫയറിങ് അല്ലെങ്കിൽ കമ്പസ്റ്റൻ എന്ന് പറഞ്ഞ ആ പരിപാടി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, യെസ്. അപ്പൊ വാട്ടർ ഉപയോഗിച്ച് നമുക്ക് കമ്പഷനെ കൺട്രോൾ ചെയ്യാം. ഇനി അതല്ല, വലിയ തീപിടുത്തങ്ങൾ നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ കാണാറുണ്ട്. വലിയ തീപിടുത്തങ്ങൾ, ഇപ്പം വലിയ ഇലക്ട്രിക് കടകള്, വലിയ ഫാക്ടറികൾ, അങ്ങനെയൊക്കെ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളവുമായിട്ട് അങ്ങോട്ട് ചെന്ന് ആ തീ കെടുത്താനായിട്ട് അഗ്നിശമന സേനയ്ക്ക് സാധിക്കുമോ? ഇല്ല. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള മെറ്റീരിയൽസ് ആണ്. അതിനെ നമ്മളപ്പം ഫയർ എക്സ്റ്റിങ്യൂഷർ എന്നാണ് പറയുന്നത്. അപ്പം ഫോർ ഫയേഴ്സ് ഇൻവോൾവിംഗ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ്, കാർബൺ ഡൈ ഓക്സൈഡ് ലൈക്ക് ഇസ് ദ മെറ്റീരിയൽസ് ആർ വി ഹാവ് യൂസ്ഡ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സ് ആണ് വലിയ തീപിടുത്തങ്ങളിൽ തീ അണയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എനിവേ, ഏത് സബ്സ്റ്റൻസ് ഉപയോഗിച്ചാലും, വെദർ ഇറ്റ് ഈസ് വാട്ടർ ഓർ കാർബൺ ഡൈ ഓക്സൈഡ്, അവിടെ നടക്കുന്ന ആ പ്രോസസ് എന്താണ്? യെസ്, ആ കത്തിപ്പിടിക്കുന്ന വസ്തുക്കളുടെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിനെ താഴേക്ക് ടെമ്പറേച്ചറിനെ കൊണ്ടുവരികയും അവിടുത്തെ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്യുകയാണ് ഈ ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. നൗ വി ക്യാൻ സി ദ ടൈപ്സ് ഓഫ് കമ്പഷൻ. ഓക്കെ, നമ്മൾ കമ്പഷൻ എന്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 തരത്തിലുള്ള കമ്പഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് റാപ്പിഡ് കമ്പഷൻ, സ്പോണ്ടേനിയസ് കമ്പഷൻ ആൻഡ് എക്സ്പ്ലോഷൻ. ഓക്കെ, 3 തരത്തിലുള്ള.
അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ റാപ്പിഡ് കമ്പഷൻ. റാപ്പിഡ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the chemical process which releases large amount of heat in a short time of period. അതായത് ഇപ്പൊ നമ്മൾ റാപ്പിഡ് കമ്പഷന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഗ്യാസ് ഇല്ലേ, നമ്മുടെ അടുക്കളയിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ആ ആ ഗ്യാസ് സിലിണ്ടറും അതിന്റെ ആ ഗ്യാസ് ഉണ്ടല്ലോ, ആ ബർണർ, ബർണർ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ ഉപയോഗിക്കും അല്ലെ? ഒരു തീപ്പെട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ലൈറ്ററോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ബർണർ കത്തിക്കുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ അങ്ങ് തീ കത്തുന്നു, അല്ലാതെ കുറെ സമയം എടുത്ത് അങ്ങനെയാണോ ഗ്യാസ് ബർണർ കത്തുന്നത്? അല്ല, പെട്ടെന്ന് തന്നെ കത്തും. പെട്ടെന്ന് തന്നെ കത്തും, നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല എമൗണ്ട് ഓഫ് ഹീറ്റും നമുക്ക് കിട്ടും. അപ്പം ഒരു ബേണിംഗിൽ അല്ല ഒരു കമ്പഷനിൽ വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വെൻ ആൻ എക്സ്റ്റേണൽ സോഴ്സ്, ഒരു എക്സ്റ്റേണൽ എന്താണ് ഇപ്പൊ നമ്മള് മാച്ച് സ്റ്റിക്ക് പോലെയോ അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റർ പോലെയുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് എ റാപ്പിഡ് കമ്പഷൻ എക്സാമ്പിൾ. ഗ്യാസ് ബർണർ ആണ് റാപ്പിഡ് കമ്പഷൻ നടക്കുന്നതിനൊരു എക്സാമ്പിൾ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സ്പോണ്ടേനിയസ് കമ്പഷൻ. ഓക്കെ, സ്പോണ്ടേനിയസ് കമ്പഷന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിങ്ങളിപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് ഫോറസ്റ്റ് ഫയർ അഥവാ കാട്ടുതീ. കാട്ടുതീ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ പത്രത്തിലൊക്കെ വാർത്ത കാണാറില്ലേ? ഈ പ്രദേശത്തെ ഇത്ര ഏക്കർ വനം നശിച്ചു. കാട്ടുതീ ഒന്നും ആരും കൊണ്ട് അവിടെ തീ ഇടുന്നതൊന്നുമല്ല, അത് തനിയെ അങ്ങ് എന്താണ് ഫയർ, നല്ല ചൂടുള്ള സമയത്ത് അല്ലെ? ഇനിയിപ്പം ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ വാർത്ത പത്രത്തിൽ കാണാൻ പറ്റും. കാരണം നല്ല ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ് അല്ലെ, അത്യുഷ്ണമാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ ചൂട് കൂടുമ്പോഴാണ് ഈ കാട്ടുതീ, വൈൽഡ് ഫയർ, ഫോറസ്റ്റ് ഫയർ ഒക്കെ സംഭവിക്കുന്നത്. ആൻഡ് ദാറ്റ് ഫോറസ്റ്റ് ഫയർ ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദ സ്പോണ്ടേനിയസ് കമ്പഷൻ ഇൻ വിച്ച് a material is suddenly burst into flames without the application of any apparent cause is called spontaneous combustion. ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഹീറ്റിന് വേണ്ടിയിട്ട്. തനിയെ അത് എന്താണ് ഫ്ലെയിം കത്തിപ്പിടിച്ച് വലിയ ഫയർ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് കമ്പഷൻ. ദാറ്റ് ഈസ് കോൾഡ് സ്പോണ്ടേനിയസ് കമ്പഷൻ. എക്സാമ്പിൾ ഈസ് ഫോറസ്റ്റ് ഫയർ. ആൻഡ് ഫൈനലി the third type of combustion is explosion. അല്ലെ? എക്സ്പ്ലോഷൻ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? a sudden reaction which takes place with the evolution of heat, light and sound. Okay, a large amount of gas formed in the reaction is liberated. Such reaction is called explosion. എക്സ്പ്ലോഷന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ മറ്റേ പടക്കം പൊട്ടിക്കുന്നത്. ഓക്കെ, ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ പടക്കം പൊട്ടുന്നത്. അല്ലാതെ തന്നെ ഉത്സവത്തിന് ഒരുപാട് അപകടങ്ങളൊക്കെ നമ്മളിപ്പം ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട് അല്ലെ? ഉത്സവത്തിനും പെരുന്നാളിനും ഒക്കെ ഇങ്ങനെ പടക്കം പൊട്ടിച്ചു, എക്സ്പ്ലോഷൻ സംഭവിച്ചു, സ്ഫോടനമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ദാറ്റ് ഇസ് ദ എക്സാമ്പിൾ ഫോർ എക്സ്പ്ലോഷൻ. പെട്ടെന്ന് തന്നെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് എന്താണ് ഹീറ്റും ലൈറ്റും സൗണ്ടും അല്ലെ? സൗണ്ടും അതിന്റെ കൂട്ടത്തിലും ഭും അല്ലെ? അങ്ങനെയാണ് എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറിക്കുക. അതും എന്തിന്റെ എക്സാമ്പിൾ ആണ്? എക്സ്പ്ലോഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ദീസ് ത്രീ ആർ ദ ത്രീ ടൈപ്സ് ഓഫ് കമ്പഷൻ. ദാറ്റ് ഈസ് റാപ്പിഡ് കമ്പഷൻ, സ്പോണ്ടേനിയസ് കമ്പഷൻ ആൻഡ് ദ തേർഡ് വൺ ഈസ് എക്സ്പ്ലോഷൻ. ആൻഡ് നൗ ദ വെരി ഇമ്പോർട്ടന്റ് പോർഷൻ, ദാറ്റ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദ ഫ്ലെയിം. മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പാർട്ടാണ് സ്ട്രക്ചർ ഓഫ് ദ ഫ്ലെയിം എന്ന് പറയുന്നത്. നിങ്ങളോട് ഫ്ലെയിം ഒക്കെ തന്നിട്ട് അതിന്റെ ഓരോ പാർട്ടുകൾ ലേബൽ ചെയ്യാനൊക്കെ ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. അപ്പൊ മക്കൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഒരു ഫ്ലെയിം കണ്ടു കഴിഞ്ഞാൽ, ഒരു മെഴുകുതിരി എടുത്തിട്ട് നിങ്ങൾ അതിന്റെ ഫ്ലെയിം ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഏറ്റവും ഈ താഴത്തെ പാർട്ട്, ഓക്കെ, ഏറ്റവും താഴത്തെ പാർട്ട്, ദാറ്റ് ഈസ് ദ ഇന്നർമോസ്റ്റ് സോൺ ഓഫ് ദ ഫ്ലെയിം, ദാറ്റ് ഈസ് കോൾഡ് ദ ബ്ലാക്ക് സോൺ. അതാണ് നമ്മുടെ ബ്ലാക്ക് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലാക്ക് സോൺ എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് നമുക്കൊരു ചെറിയ കറുത്ത നിറമാണ് കാണാനായിട്ട് സാധിക്കുക. ആൻഡ് ദിസ് പാർട്ട് ഈസ് ദ ലീസ്റ്റ് ഹോട്ട്. നമ്മളൊരു മെഴുകുതിരി എടുത്തിട്ട് കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനൊന്നും പോകണ്ട, വെറുതെ കൈ പൊള്ളിയാലോ, ഇനി മിസ് പറഞ്ഞിട്ടാന്ന് പറയും നിങ്ങൾ. അങ്ങനെ ചെയ്യണ്ട. എന്നാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഴുകുതിരിയുടെ ആ തിരിയുടെ ഏറ്റവും താഴ്ന്ന ഭാഗം,
ഫ്ലെയിമിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ അവിടെ ഹോട്ട്നെസ് കുറവായിരിക്കും, ചൂട് കുറവായിരിക്കും. എന്നാൽ മുകളിലേക്ക് നമ്മൾ കൈ കൊണ്ടുപോകും തോറും നമുക്ക് പെട്ടെന്ന് കൈ പൊള്ളും, പെട്ടെന്ന് നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. സോ ദ ഫസ്റ്റ് പാർട്ട് ഇസ് ദ ഇന്നർമോസ്റ്റ് സോൺ ഓഫ് ദ ഫ്ലെയിം, ദാറ്റ് ഇസ് ബ്ലാക്ക് ഇൻ കളർ, വിച്ച് ഇസ് ദ ലീസ്റ്റ് ഹോട്ട് പാർട്ട്. ഇനി അത് കഴിഞ്ഞ് വരുന്ന മിഡിൽ സോൺ, മിഡിൽ സോൺ ഇസ് ദാറ്റ് ഇസ് ദ മോഡറേറ്റ്ലി ഹോട്ട്. കുറച്ചുകൂടെ താരതമ്യേന മറ്റേ പാർട്ടിനെക്കാട്ടിലും ഹോട്ട്നെസ് കുറച്ചുകൂടെ കൂടുതലാണ്. അതിനൊരു യെല്ലോ കളറായിരിക്കും, ഒരു മഞ്ഞ കളറായിരിക്കും ആ ഭാഗത്തിന് വരുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ഹോട്ടസ്റ്റ് പാർട്ട്, അല്ലെ? ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഫ്ലെയിം എന്ന് പറയുന്നത് അതൊരു എന്താണ്, ആക്ച്വലി അതൊരു ബ്ലൂ കളറിലാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു റെഡ് പോലെയൊക്കെ തോന്നുന്നത് ഉണ്ട്, ഒരു ചെറിയൊരു ബ്ലൂ കളർ പോലെയാണത് ആക്ച്വലി വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ഹോട്ടസ്റ്റ് പാർട്ട്. അതാണ് ഏറ്റവും ചൂടുള്ള ഭാഗം. മെഴുകുതിരി കത്തിച്ചു അതിന്റെ മുകൾ ഭാഗത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. താഴ്ഭാഗത്തേക്ക് പോകും തോറും ചൂട് കുറവായിരിക്കും അനുഭവപ്പെടുക. അപ്പം ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത് വരച്ച് ലേബൽ ചെയ്യാനായിട്ട് മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ. ഒരു നല്ല ഫ്യൂവലിനുണ്ടായിരിക്കേണ്ട കുറച്ച് സവിശേഷതകളുണ്ട്. ഒന്നെന്താണ്? ഇറ്റ് ഷുഡ് ബി റെഡ്ലി അവൈലബിൾ, അല്ലെ? പെട്ടെന്ന് എപ്പോഴും കിട്ടുന്നതായിരിക്കണം. ഇപ്പൊ നല്ല ഫ്യൂവലാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിട്ടുകയില്ല, നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഷുഡ് ബി റെഡ്ലി അവൈലബിൾ. ദെൻ ചീപ്പ്, വില കുറവായിരിക്കണം, അല്ലെ? എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന താരതമ്യേന വില കുറവായിരിക്കണം. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ബേൺസ് ഈസിലി ഇൻ എയർ. എയറിൽ പെട്ടെന്ന് കത്തുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് എനർജി. ഇറ്റ് ഷുഡ് ബി ഈസി ടു സ്റ്റോർ. നമുക്ക് സൂക്ഷിച്ചു വെക്കാനും കൂടെ എളുപ്പമായിരിക്കണം. അല്ലാതെ ഭയങ്കരമായിട്ട് കത്തിപ്പിടിക്കുന്ന ഒരു സാധനം നമുക്ക് നല്ലൊരു ഗുഡ് ഫ്യൂവൽ ആണെന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. നമുക്കത് കൈകാര്യം ചെയ്യാനും കൂടെ എളുപ്പമായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് എ ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ, അല്ലെ? ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തുന്നതായിരിക്കണം. അല്ലാതെ ഒരുപാട് നേരം ഇങ്ങനെ കത്തിച്ചാലേ അത് കത്തിപ്പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു ഗുഡ് ഫ്യൂവൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. സോ ദിസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് ഫ്യൂവൽ. അപ്പൊ ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഒത്തു കിട്ടിയ ഒരു ഫ്യൂവലിനെ നമുക്കൊരു ഐഡിയൽ ഫ്യൂവൽ എന്ന് പറയാം. അങ്ങനെ ഒരു ഐഡിയൽ ഫ്യൂവൽ ഉണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയൽ ഫ്യൂവൽ ഇല്ല. അതൊരു കോൺസെപ്റ്റ് മാത്രമാണ്. ഈ പറഞ്ഞ ഇതില് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ക്യാരക്ടറിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പോ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഫ്യൂവൽസും. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഐഡിയൽ ഫ്യൂവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അവൈലബിൾ. ഓക്കെ, യെസ്. ദെൻ ദ നെക്സ്റ്റ് ഇസ് ഫ്യൂവൽ എഫിഷ്യൻസി. എന്താണ് ഫ്യൂവൽ എഫിഷ്യൻസി? യെസ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഓൺ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 kilogram ഓഫ് എ ഫ്യൂവൽ. ഏതൊരു ഫ്യൂവലിന്റെ, ഇപ്പം കെറോസിൻ ആവട്ടെ അല്ലെങ്കിൽ പെട്രോൾ ആവട്ടെ, ഏതൊരു ഫ്യൂവലിന്റെയും 1 kilogram ഫ്യൂവല് കത്തിത്തീരുമ്പോൾ, കംപ്ലീറ്റ് കമ്പഷൻ നടന്നു കഴിയുമ്പോൾ പുറന്തള്ളപ്പെടുന്ന എനർജിയാണ്, ഹീറ്റ് എനർജിയാണ് നമ്മൾ ആ ഫ്യൂവലിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആൻഡ് ദ യൂണിറ്റ് ഓഫ് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ ഏത് ഇതിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? യെസ്, കിലോ ജൂൾ പെർ കിലോഗ്രാം. The calorific value of a fuel is expressed in a unit called kilojoule per kilogram. അങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നോക്ക്, നിങ്ങൾക്ക് അവിടെ ഒരു ടേബിൾ കാണാം. നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഫ്യൂവൽസും അതിന്റെ കലോറിഫിക് വാല്യൂവും കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ കാണാം. ദാറ്റ് ഇസ് കൗഡങ് കേക്ക്, ചാണകവറലി. ഓക്കെ, അതാണ് കൗഡങ് കേക്ക് എന്ന് പറയുന്നത്. പിന്നെന്താണ്? വുഡ്, കോള്, പെട്രോള്, കെറോസിൻ, ഓരോന്നിന്റെയും കലോറിഫിക് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത്രേ ഉള്ളൂ കാര്യം. ആൻഡ് ഫൈനലി ദെൻ ദ ഹാംഫുൾ പ്രോഡക്ട്സ്. കുറെ എന്താണ്, നമ്മളിപ്പോ ഫ്യൂവലിന്റെ പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഏതൊരു കാര്യത്തിനും എന്തുണ്ട്? ഒരു പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും. ഓഫ് കോഴ്സ് അതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഈ ഫ്യൂവൽസിന്റെ ബേണിംഗ് കൊണ്ട് കുറെ ഹാംഫുൾ പ്രോഡക്ട്സ് അറ്റ്മോസ്ഫിയറിലേക്ക് ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് അറ്റ്മോസ്ഫിയറിനും അത് ശ്വസിക്കുന്ന നമുക്കും എല്ലാം എന്താണ്? അത് പ്രോബ്ലം ആണ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം വുഡ്, കോള്, പെട്രോളിയം പോലെയുള്ള കാർബൺ ഫ്യൂവൽസ് എന്താണ് ബേൺ ചെയ്യുമ്പോഴത്തേനും അതിനകത്തുനിന്ന് ഫുള്ളായിട്ട് കത്തിത്തീരത്തില്ല, കുറെ ഭാഗമൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസിനെ അത് ലിബറേറ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് വിച്ച് ആർ വെരി ഡേഞ്ചറസ്
പൊല്യൂട്ടൻസ് കോസ് റെസ്പിറേറ്ററി ഡിസീസസ്, ആസ്മയൊക്കെ പോലെയുള്ള റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ടാകും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു എറണാകുളം കാക്കനാട് ബ്രഹ്മപുരം പ്ലാന്റില് അല്ലെ വേസ്റ്റ് കൂന ഇങ്ങനെ കത്ത് കാണും, മാലിന്യ കൂമ്പാരം കത്തി അവിടെ ഉള്ളവർക്കെല്ലാം എല്ലാം അല്ല, ഇങ്ങനെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ള മനുഷ്യർക്കൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നു അല്ലെ. ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ അവര് തലകറങ്ങി വീഴുന്നു, അവർക്ക് ശ്വസിക്കാൻ കഴിയാതെ വരുന്നു, അങ്ങനെ പലവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഈ ഫ്യൂവൽസിന്റെ ബേണിംഗ് കാരണം ഇത്തരത്തിൽ ഹാർംഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ധാരാളമായിട്ട് ലിബറേറ്റ് ചെയ്യുന്നു. ദെൻ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ഗീവ്സ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ്. വി നോ കാർബൺ മോണോക്സൈഡ് ഈസ് എ വെരി പോയ്സണസ് ഗ്യാസ് അല്ലെ. അതെ, അപ്പം അതെന്ന് പറയുന്നതും വളരെയധികം എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കാർബൺ മോണോക്സൈഡ് ഇപ്പൊ നമ്മള് ഒരു ക്ലോസ്ഡ് റൂമില് ഉറങ്ങുന്ന ഒരു മനുഷ്യനെ കൊല്ലാൻ കാർബൺ മോണോക്സൈഡ് ധാരാളമായിട്ട് കാർബൺ മോണോക്സൈഡ് കുറെ നേരത്തേക്ക് ഒരു ക്ലോസ്ഡ് റൂമില് എന്താണ് ഉറങ്ങുന്ന ഒരു മനുഷ്യൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നാൽ അയാളെ മരണത്തിലേക്ക് അത് നയിക്കുന്നതിന് കാരണമാവുന്നു എന്നാണ് പറയുന്നത്. ദെൻ കമ്പഷൻ ഓഫ് മോസ്റ്റ് ഫ്യൂവൽസ് releases carbon dioxide to the environment. The increased concentration of carbon monoxide air is the reason for the global warming. നമ്മളിപ്പോ എപ്പോഴും കേൾക്കുന്നതാണല്ലേ ഗ്ലോബൽ വാർമിംഗ് കൂടുന്നു. അത് ഗ്ലോബൽ വാർമിങ്ങിന്റെ തോത് ഉയരുന്നതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് ഈ കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് കാരണം പുറത്തേക്ക് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പ്രധാന കാരണമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മള് ഈ ചാപ്റ്റർ കമ്പഷൻ ആൻഡ് ഫ്യൂവൽസ് എന്ന ചാപ്റ്ററിലെ പ്രധാന പോയിന്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണം കേട്ടോ. കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഉത്തരം തരുന്നതായിരിക്കും കേട്ടോ. ദെൻ നമ്മുടെ ഇന്നത്തെ GK ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹു ഇസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? എല്ലാവർക്കും അറിയാമോ? ഒന്ന് പറഞ്ഞേ, ഏതാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ? ഹു ഇസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? ദാറ്റ് ഇസ് ദ സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് നമ്മുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.